ഹലോ ഓൾ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റി ആൻഡ് ഡൈലക്ട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഒരു റിവിഷനാണ്. സൂപ്പർ കണ്ടക്ടിവിറ്റി ഈ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് തന്നെ ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത് മീസ്നർ ഇഫക്റ്റ് ആണ്. സൂപ്പർ കണ്ടക്ടിവിറ്റിക്കകത്ത് ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് കുറച്ച് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണ്, ക്രിട്ടിക്കൽ ഫീൽഡ്, ക്രിട്ടിക്കൽ കറണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കോണം. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് മീസ്നർ എഫക്റ്റ് ആണ്. സൂപ്പർ കണ്ടക്ടേഴ്സ് ഷോ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മീസ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താ മീസ്നർ എഫക്റ്റ് എന്നുള്ളത് നമുക്ക് ദാണ്ട് ഈ രണ്ട് ഫിഗറിൽ നിന്ന് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഫിഗർ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു നോർമൽ കണ്ടക്ടറും ഈ രണ്ടാമത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയലുമാണ്. അപ്പം ഒരു നോർമൽ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചറിനെ നമ്മൾ വളരെ കുറച്ച് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിലും ചെറിയൊരു ടെമ്പറേച്ചറിലേക്ക് ആ മെറ്റീരിയലിനെ കൊണ്ടെത്തിക്കുമ്പോഴത്തേക്ക് ഈ നോർമൽ ആയിട്ടുള്ള മെറ്റീരിയൽ എന്തായിട്ട് കാണിക്കും? ഒരു സൂപ്പർ കണ്ടക്ടർ ആയിട്ട്, നോർമൽ കണ്ടക്ടർ ഒരു സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ നടക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ നമ്മൾ ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീസ്നർ ഇഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നോർമൽ കണ്ടക്ടറും എടുത്തു, അതുപോലെ തന്നെ സൂപ്പർ കണ്ടക്ടർ മെറ്റീരിയലും എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ പാസ് ചെയ്യും. അപ്പം നോർമൽ ആയിട്ടുള്ള മെറ്റീരിയലിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ TC എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പോൾ ഈ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലിനകത്തൂടി പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് നമ്മളിവിടെ എന്താ ചെയ്യുക? സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിലേക്കാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ഉള്ളിലേക്ക് പാസ് ചെയ്ത് പോവാതെ എക്സ്പെൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ? ഇത് കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നു, കണ്ടക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് എക്സ്പെൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മീസ്നർ ഇഫക്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടർ ആവുന്ന സമയത്ത് അവർ ഭയങ്കര ഹൈ കണ്ടക്ടിവിറ്റി ആൻഡ് സീറോ റെസിസ്റ്റിവിറ്റി കാണിക്കുന്നു എന്നറിയാം. അപ്പം ഇവിടെ നമ്മളെ ബയസിങ് പുറത്തൂടെ പ്രത്യേകിച്ച് വോൾട്ടേജുകളൊന്നും കൊടുക്കാതെ തന്നെ ഈ മെറ്റീരിയലിന്റെ സർഫസിൽ കൂടിയിട്ട് ഒരു കറണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കറണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എഫക്റ്റും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ കൊടുക്കുന്ന ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും കൂടി റിപ്പൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം മീസ്നർ എഫക്റ്റ് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് മീസ്നർ എഫക്റ്റിനകത്ത് വരുന്നത്. ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് ഒരു പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആണ്. അതൊന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമുക്കറിയാം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എടുക്കുവാണെങ്കിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ, നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുന്നുണ്ട്. ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കണ്ടക്ടിവിറ്റി കാരണം അവിടെ ഒരു ഇന്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് ഇന്റേണൽ ഫീൽഡ് പ്ലസ് എക്സ്റ്റേണൽ ഫീൽഡ് എന്ന് എഴുതാം. ഇന്റേണൽ ഫീൽഡിനെ നമ്മൾ μ0m എന്നും എക്സ്റ്റേണൽ ഫീൽഡിനെ നമ്മൾ μ0h എന്നും ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണെന്ന് നമുക്കറിയാം, മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് മാറും. H എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയും M എന്ന് പറയുന്നത് ഇന്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് ആണ് എന്ന് നമുക്കറിയാം. അപ്പം ഇവിടെ നമ്മൾ പഠിച്ചു, മീസ്നർ എഫക്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്റേണൽ മാഗ്നറ്റിക് ഫീൽഡും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടുകൂടെ എന്താവുന്നുണ്ട്? റിപ്പൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ എക്സ്പെൽഷൻ നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താ? 0 ആയിരിക്കും അറ്റ് T ലെസ് ദാൻ TC എന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത്. അപ്പം ബിയുടെ ഇക്വേഷൻ നമുക്കറിയാം, B is equal to μ0m plus μ0h ആണെന്നറിയാം. B is equal to 0 ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പം നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പം μ0m plus μ0h എന്ന് പറയുന്നതിനെ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. therefore μ0m എന്ന് പറയുന്നത് is equal to മൈനസ്, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേന് മൈനസ് μ0h ആവും. ഇതിന് m/h എന്ന് പറയുന്നത് നമുക്ക് മൈനസ് μ0 ബൈ μ0 കട്ടാകുമ്പോൾ -1 എന്ന് കിട്ടും. ദറ്റ് ഈസ് m/h is equal to -1. ഇവിടെ m/hനെ നമ്മൾ കൈ അല്ലെങ്കിൽ സസെപ്റ്റബിലിറ്റി എന്ന് വിളിക്കും. സോ കൈ is equal to -1 എന്ന് നമുക്ക് പറയാം.
ഇനി എവിടെയാണ് നിങ്ങൾ കൈക്ക് -1 വാല്യൂ കണ്ടിട്ടുള്ളത്? നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് പഠിച്ച സമയത്ത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ട് ഡയ, പാര, ഫെറോ. ഇതിൽ ഡയാമാഗ്നറ്റിന്റെ കേസിലാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് -1 വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്ന് നമുക്ക് പറയാം. സോ ഇതാണ് ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും അടുത്തതെന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറും. അപ്പോൾ ഇവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇതിനെ ടൈപ്പ് 1 ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നത്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്നവരാണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ. ടെമ്പറേച്ചറിൻ്റെ ചേഞ്ചിനനുസരിച്ച് അവർ സൂപ്പർ കണ്ടക്ടിങ് ആയിട്ട് മാറുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ മീസ്നർ എഫക്റ്റിനെ അതേപോലെ ഒബേ ചെയ്യുന്നവരാണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ. അബോവ് ക്രിട്ടിക്കൽ ഫീൽഡ് ദ സൂപ്പർ കണ്ടക്ടർ ബിക്കം നോർമൽ. നമുക്കറിയാം ടെമ്പറേച്ചറിനെ കൂട്ടി ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും വലിയ വാല്യൂവിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആരായിട്ട് മാറും? നോർമൽ ആയിട്ട് മാറും. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഫീൽഡിന്റെ മുകളിലുള്ളൊരു ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്തായിട്ട് മാറും? നോർമൽ കണ്ടക്ടർ ആയിട്ട് മാറും എന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിനെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്. കാരണം എന്താ? നമ്മൾ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ കറണ്ടോ ഇതൊക്കെ വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവർ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ നമുക്ക് അലൂമിനിയം, സിങ്ക്, ഗാലിയം എന്നൊക്കെ പറയാം. ഇനിയും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവർ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യും, പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇവർ ബിഹേവ് ചെയ്യുന്നത്. ഇവർക്കൊരു നോർമൽ സ്റ്റേറ്റും ഉണ്ട്, ഒരു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റും ഉണ്ട്. ഇത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റും കൂടിയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇവരുടെ ബിഹേവിയർ. നമ്മൾ സാധാരണ രീതിയിൽ നോർമൽ കണ്ടക്ടർ ആണ്, ടെമ്പറേച്ചർ കുറച്ചാൽ സൂപ്പർ ആവണം. സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്, ടെമ്പറേച്ചർ കൂടിയാൽ നോർമൽ ആവണം. അതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ബിഹേവിയർ. പക്ഷേ ടൈപ്പ് 2 അങ്ങനെയല്ല. ടൈപ്പ് 2 നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല, അതിനൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റും കൂടി വരുന്നുണ്ട്. സോ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ഷോ കംപ്ലീറ്റ് മീസ്നർ എഫക്ട് ബിലോ HC1. ക്രിട്ടിക്കൽ ഫീൽഡ് HC എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ഫീൽഡ് അല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. HC1, HC2 നമുക്ക് രണ്ട് ഫീൽഡുകളുണ്ട്. HC1 ഇവര് ബിലോ HC1 ഇവര് കംപ്ലീറ്റ് എന്താ മീസ്നർ എഫക്റ്റ് ഒക്കെ ഒബേ ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞ് HC1 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഇവര് നോർമൽ ആയിട്ട് മാറണം എന്നാ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവര് പെട്ടെന്ന് നോർമൽ ആയിട്ട് മാറത്തില്ല. ഇവർ ഇതിന്റെ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് എടുത്തിട്ട് HC2 HC2 എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിന് ശേഷമായിരിക്കും ഇവർ നോർമൽ മെറ്റീരിയൽ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇവർക്ക് ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റിനെയാണ് നമ്മൾ വോർട്ടെക്സ് സ്റ്റേറ്റ് എന്നൊക്കെ വിളിക്കും. സോ ഒരു മിക്സഡ് സ്റ്റേറ്റ് ആണ്, സൂപ്പർ കണ്ടക്ടിങ് അല്ല നോർമലും അല്ലാത്തൊരു മിക്സഡ് സ്റ്റേറ്റ്. സോ ഇവരുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ലെഡ്, ഇൻഡിയം, അലോയ്സ് ഒക്കെയാണ് കൂടുതൽ. പിന്നെ ഇതിനൊരു ഗ്രാഫും ഉണ്ട്, അതും നിങ്ങൾ വരയ്ക്കണം. അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മുടെ ലെക്ചർ വീഡിയോസിൽ ടൈപ്പ് 1 ടൈപ്പ് 2 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഞാനിപ്പോൾ ഒരു ഡിഫറൻസ് എന്ന രീതിയിൽ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് യൂഷ്വലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാനും ശ്രദ്ധിക്കണം. ഇതാണ് ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ ഇതാണ് ഗ്രാഫ്, ഇതാണ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിന്റെ ഗ്രാഫ്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ μ0 m അല്ല, m മാത്രമേ ഉള്ളൂ. അതൊന്ന് കറക്റ്റ് ചെയ്തോണം, ഞാൻ കറക്റ്റ് ചെയ്തേക്കാം. അപ്പം ഇവിടെ നോക്കിക്കോ, നമുക്ക് കാണാൻ പറ്റും, കണ്ടോ HCക്ക് ശേഷം ആഫ്റ്റർ HC ഇതൊരു കണ്ടക്ടർ ആണ്, ബിഫോർ HC ഇറ്റ് ഇസ് എന്താ സൂപ്പർ കണ്ടക്ടർ ആണ്, കണ്ടോ. പക്ഷേ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിന്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ HC1 എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് ഇതിന് ശേഷം നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഇതൊരു നോർമൽ മെറ്റീരിയൽ ആയിട്ട് നിൽക്കണം എന്നാ. പക്ഷെ അങ്ങനല്ല, പതുക്കെ ഇതിന്റെ സൂപ്പർ കണ്ടക്ടിങ് എഫക്റ്റ് കുറഞ്ഞ് പിന്നീടേ ഉള്ളൂ ഇവര് ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ ഇവിടെ ഇടയിൽ കണ്ടോ, HC1നും HC2നും ഇടയിൽ ഇതൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്. അപ്പൊ ബിഫോർ HC1 ഇറ്റ് ഇസ് എ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ, ആഫ്റ്റർ HC2 ഇറ്റ് ഇസ് എ നോർമൽ സ്റ്റേറ്റ്, ബിറ്റ്വീൻ HC1 ആൻഡ് HC2 ഇറ്റ് ഇസ് എ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വോർട്ടെക്സ് സ്റ്റേറ്റ്, ഒരു മിക്സഡ് ആയിട്ട് നിൽക്കുന്ന സാധനമാണെന്ന്
നമുക്ക് പറയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൈലക്ട്രിക് പോളറൈസേഷൻ ആണ്. ഡൈലക്ട്രിക് പോളറൈസേഷനകത്തുനിന്ന് നമുക്ക് ടൈപ്സ് എഴുതാൻ ചിലപ്പം ചോദിക്കാം, അല്ലെങ്കിൽ മറ്റേ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺസ്റ്റൻറ്റ്, ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് അത് ചോദിക്കാം. അപ്പം എന്താ ഡൈലക്ട്രിക് പോളറൈസേഷൻ അറിയണം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമുക്കറിയാം നോൺ പോളർ ആയിട്ടുള്ളൊരു മോളിക്യൂളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സെൻറ്റേഴ്സ് അല്ലെ, പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്റേഴ്സ് കോയിൻസൈഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഡൈപോൾ മൊമെൻറ്റ് ഒന്നുമില്ല. ഇനി നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിൻ്റെ ഇടയിലേക്കൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു മെറ്റീരിയലിനെ വെക്കുകയാണെങ്കിൽ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇവിടെ എന്ത് സംഭവിക്കും? അവരുടെ സെൻറ്റേഴ്സ് തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവും. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അവിടെ സെൻറ്റേഴ്സ് കോയിൻസൈഡ് ചെയ്തിരുന്നത് സെപ്പറേറ്റ് ആയിട്ട്, അതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ. അപ്പം ഇതാണ് ഡൈലക്ട്രിക്സിൻ്റെ കേസിലുള്ള പോളറൈസേഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? ഡൈലക്ട്രിക് പോളറൈസേഷൻ P is equal to ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ഡൈപോളിന്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ദറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ p ബൈ ക്യാപിറ്റൽ. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഡെഫിനിഷൻ ഓഫ് എ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് പല ഡെഫിനിഷൻസ് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വെച്ചിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ചാർജസ് തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഫോഴ്സ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. രണ്ട് ചാർജസിനെ നമ്മൾ ഫ്രീ സ്പേസിൽ വെക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ F0 എന്നും, രണ്ട് ചാർജസിനെ കൊണ്ടുവന്ന് നമ്മളൊരു ഡൈലക്ട്രിക് മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഫോഴ്സിനെ നമ്മൾ ക്യാപിറ്റൽ F എന്നും റെപ്രസെന്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ F0 എന്ന് പറയുന്നത് 1/4πε0 പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് Q1 Q2 ബൈ R². R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ് ആയിരിക്കും. പിന്നെ F എന്ന് പറയുന്നത് 1/4πε. എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ആയിരിക്കും. Q1 Q2 ബൈ R² എന്ന് കിട്ടി. ഇനി F0 ബൈ F ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ടേമും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എപ്സിലോൺ ബൈ എപ്സിലോൺ 0 കിട്ടും. ഇതിനെ നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. അപ്പോൾ എപ്സിലോൺ ബൈ എപ്സിലോൺ 0നെയാണ് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ R അല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റും ഡൈലക്ട്രിക് പോളറൈസേഷൻ ക്യാപിറ്റൽ P ആൻഡ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതും നോക്കണം. ആ ഒരു റിലേഷൻ നോക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 3 വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലെക്ചറിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് നോക്കണം. ദറ്റ് ഈസ് D is equal to P plus epsilon E എന്ന് പറയുന്നത്. D എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. P എന്ന് പറയുന്നത് പോളറൈസേഷൻ വെക്ടർ ആണ്. ക്യാപിറ്റൽ E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, നമുക്കറിയാം. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 3 വെക്ടേഴ്സ്, ഈ 3 വെക്ടേഴ്സിന്റെ റിലേഷൻഷിപ്പിൽ നിന്നാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്. ഡിനെ നമ്മൾ എപ്സിലോൺ E എഴുതാം എന്നുള്ളത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. വെക്ടർ Pനെ P ആയിട്ട് തന്നെ എഴുതി, എപ്സിലോൺ 0 E അങ്ങനെ തന്നെ ഇട്ടു. ഇനി എന്താ ചെയ്യണം? P അവിടെ കിടക്കട്ടെ, എപ്സിലോൺ Eനെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എപ്സിലോൺ E മൈനസ് എപ്സിലോൺ 0 E is equal to P എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യാം? നമ്മുടെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റിന്റെ ആ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ കൊടുക്കുന്നു. എപ്സിലോൺ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോണിനെ നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, എപ്സിലോണിനെ നമുക്ക് എപ്സിലോൺ 0 ഇൻറ്റു K എന്ന് എഴുതാം അല്ലേ? അത് തന്നെയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ എപ്സിലോൺ 0 ഇൻറ്റു K E മൈനസ് എപ്സിലോൺ E ഇസ് ഈക്വൽ ടു P എഴുതി. ഇനിയും കോമൺ ആയിട്ട് എപ്സിലോൺ കോമൺ ആയിട്ട് എടുത്ത് ഇയും കോമൺ ആയിട്ട് എടുത്തു. അപ്പം എപ്സിലോൺ ഇൻറ്റു K മൈനസ് 1 ഇൻറ്റു E ഇസ് ഈക്വൽ ടു P എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ പോളറൈസേഷൻ, ഡൈലക്ട്രിക് പോളറൈസേഷൻ വെക്ടറും ഡൈലക്ട്രിക് കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കോണം.
അപ്പം നമുക്കിനി അടുത്തത് നോക്കാനുള്ളത് ഈ ഒരു മൊഡ്യൂളിനകത്തുനിന്ന് ഇന്റേണൽ ഫീൽഡ് ഇൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. കാരണം ഈ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ലെങ്തി ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പോൾ ഇതും പിന്നെ അടുത്തൊരു ഡെറിവേഷനും കൂടി വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉള്ളത്. ബാക്കിയെല്ലാം ഈ മൊഡ്യൂളിനെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ഇല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് നോക്കേണ്ടത്? ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡയലക്ട്രിക് എടുക്കുന്നു. ഈ ഡയലക്ട്രിക്കിനെ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ എക്സ്റ്റേണൽ ബയസിങ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, പൊട്ടൻഷ്യൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡയലക്ട്രിൻ്റെ അകത്തൊരു നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ഫീൽഡ്, ഒരുപാട് ഫീൽഡുകൾ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. റിസൾട്ടൻ്റ് ഫീൽഡ് കണ്ടുപിടിക്കാം. ആ റിസൾട്ടൻ്റ് ഫീൽഡിനെയാണ് നമ്മൾ ഇന്റേണൽ ഫീൽഡ് അല്ലെങ്കിൽ ലോക്കൽ ഫീൽഡ് എന്നൊക്കെ പറയുന്നത്. ഇ ഐ അല്ലെങ്കിൽ ഈ ലോക്കൽ എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സോ ലോറൻസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളത് കണ്ടുപിടിക്കുകയാണ്, ആ ഫീൽഡിനൊരു റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ഡയഗ്രാം ഒന്ന് നോക്കാം. നമ്മളിവിടെ രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നെഗറ്റീവ് എൻഡ് ഓഫ് ദി കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് എൻഡ് ഓഫ് ദി കപ്പാസിറ്റർ ആണ്. കണ്ടോ, നെഗറ്റീവ് പോസിറ്റീവ്. കണ്ടോ, നമ്മൾ ഒരു പൊട്ടൻഷ്യൽ എടുത്തു, അതിൻ്റെ നെഗറ്റീവ് എൻഡ് ഉണ്ട്, പോസിറ്റീവ് എൻഡ് ഉണ്ട്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തു. അപ്പം ഈ നെഗറ്റീവ് എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽസിനെ എല്ലാം ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാം പോസിറ്റീവായി, ഇവിടെ എല്ലാം നെഗറ്റീവായി. ഓക്കെ, അങ്ങനെ ഇത് നിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ കൊണ്ടുവച്ചേക്കുന്നത്, ഒരു ഡയലക്ട്രിക് ഡയലക്ട്രിക് മീഡിയത്തിനെ കൊണ്ടുവന്ന് നമ്മൾ വെക്കുന്നു. ഇലക്ട്രിക് മീഡിയത്തിനെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്കുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കിക്കേ, ബ്ലൂ കളറിൽ ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. E1 എന്ന് നമുക്ക് അതിനെ പറയാം. ഇത് കണ്ടോ, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് എൻഡ് ആണ്, ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് നെഗറ്റീവ് എൻഡ് ആണ്. അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, പോസിറ്റീവ് നെഗറ്റീവ് ആണല്ലോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ E1ന്റെ ഡയറക്ഷൻ നമ്മളിവിടെ പറഞ്ഞു. ഇനി അടുത്തത് E2 എന്താണെന്ന് നോക്കാം. ഇനിയും ഓൾറെഡി ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇടയിൽ ഞാൻ കൊണ്ടുവന്നൊരു ഡയലക്ട്രിക്കിനെ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിക്കും, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഡയലക്ട്രിക്സിന്റെ സെന്റർ കോയിൻസൈഡ് ചെയ്തിരിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ സെന്റേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു സെപ്പറേഷൻ സംഭവിക്കുന്നു, ഡയപോൾ മൊമെന്റ് ഉണ്ടാവുന്നു, പോളറൈസേഷൻ സംഭവിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ നെഗറ്റീവ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് എൻഡിൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് എൻഡിന്റെ അവിടെ ആയിട്ട് നമ്മുടെ പോസിറ്റീവ് ഡയലക്ട്രിക്കിന്റെ പോസിറ്റീവുകൾ വന്ന് ഇവിടെ നിൽക്കുന്നു. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് എൻഡ് തന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ ഡയലക്ട്രിക്കിന്റെ നെഗറ്റീവ് ചാർജസ് ഒക്കെ വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ്, അതാണ് റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് E2 എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഡയലക്ട്രിക്കിനകത്തുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിനെ ഞാൻ A എന്ന് കൺസിഡർ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ എക്ക് ചുറ്റിനും ഞാനൊരു സ്പെറിക്കൽ ആയിട്ടുള്ളൊരു സർഫസിനെ ഞാൻ അങ്ങ് ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സ്പെറിക്കൽ സർഫസ് ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇനി നമ്മൾ ഈ സർഫസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പം നമുക്കറിയാം ഈ സൈഡിൽ ഫുള്ള് പോസിറ്റീവ് വന്നു, ഈ സൈഡിൽ ഫുള്ള് നെഗറ്റീവ് വന്നു. അപ്പം നമ്മുടെ ഈ സ്പെറിക്കൽ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പം ഈ സ്പെറിക്കൽ സർഫസിന്റെ ഈ ഒരു സൈഡ് ഫുള്ള് നെഗറ്റീവ് വന്ന് അങ്ങ് നിൽക്കും. കാരണം എന്താ, ഇവിടെ പോസിറ്റീവ് ഉണ്ട്, അപ്പം നെഗറ്റീവും പോസിറ്റീവ് അട്രാക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇതങ്ങ് നെഗറ്റീവ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഈ സൈഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അക്യുമുലേഷൻ ആ സ്പെറിക്കൽ സർഫസിന്റെ ചുറ്റിനും നടക്കുന്നു. ഓക്കെ, അതാണ്. അപ്പോൾ അവിടെയും ഒരു ഫീൽഡ് ഉണ്ടായല്ലോ, പോസിറ്റീവ് ടു നെഗറ്റീവ്, ഗ്രീൻ കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അതിനെ നമ്മൾ E3. അപ്പോൾ E1 ആയി, E2 ആയി, E3 ആയി. ഇനി ഇവിടെ ഒരു ഫീൽഡും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് E4. അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു സ്പെറിക്കൽ സർഫസ് അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ കണ്ടക്ടറിന്റെ ഉള്ളിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ E4 ഉണ്ട് അവിടെ, പക്ഷേ E4 വിൽ ബി ഓൾവേസ് 0 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റേണൽ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഇന്റേണൽ ഫീൽഡ് അല്ലെങ്കിൽ ലോക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് എത്ര ഫീൽഡുകളുടെ കോമ്പിനേഷനാണ് ഇവിടെ, E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് E4. ഇത് ഇത്രയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ലോറൻസ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഓരോ ഫീൽഡും കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഇന്റേണൽ ഫീൽഡിന്റെ ഒരു ഡെഫിനിഷൻ. ഓക്കെ, ഇതിനകത്ത് E4 വിൽ ഓൾവേസ് ബി 0 ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പം പിന്നെ അതിന്റെ ആവശ്യമില്ല. E1 E2 E3
ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു ഇലക്ട്രിക് ഫീൽഡ്, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് EI ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് ലോക്കൽ ഇന്റേണൽ ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് E4 ആണെന്ന് കണ്ടു. ഇനി ഇതിനകത്ത് നമുക്ക് ഓരോന്നും E1 എന്താ, E2 എന്താ, E3 എന്താ, ഓരോന്നും നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം. ഫസ്റ്റിൽ നമുക്ക് നോക്കാം E1ഉം E2ഉം. E1 E2 ഉണ്ടാകാനുള്ള റീസൺ നമുക്കറിയാമല്ലോ. E1 ഉണ്ടാകാനുള്ള കാരണം എന്താ, നമ്മളുടെ പാരലൽ പ്ലേറ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കാരണം അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് E1. നമ്മൾ ബ്ലൂ വെച്ചിട്ടല്ലേ മാർക്ക് ചെയ്തത് ആ ഫിഗറിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാരലൽ പ്ലേറ്റ് കാരണം അതിന്റെ ഇടയിൽ വന്നിരിക്കുന്ന ഡൈലക്ട്രിക്സിന് പോളറൈസേഷൻ ഉണ്ടാവുന്നു. അതുമൂലം അകത്തൊരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നു. അതാണ് E2 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സിമിലർലി അപ്പൊ നമുക്ക് എന്ത് പറയാം, E1ഉം E2 എന്ന് പറയുന്നത് എന്താ, നമുക്ക് ക്യാപിറ്റൽ E ആയിട്ട് അങ്ങ് കൊടുക്കാം. ഓക്കെ, ക്യാപിറ്റൽ E is equal to E1, കാരണം E1ന്റെ കാരണം കൊണ്ടാണ് അവിടെ E2 ജനറേറ്റ് ചെയ്തത്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് E ആയിട്ട് നമുക്ക് അങ്ങ് പറയാം. ഓക്കെ, ഇനിയും E4 എന്ന് പറയുന്നത് 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻസൈഡ് ദ സ്ഫിയർ എന്താ, ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, E3 എന്താണെന്നുള്ളതാ കണ്ടുപിടിക്കേണ്ടത്. E3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ ആ ഒരു സ്പെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പെറിക്കൽ സർഫസിലുള്ള അറൌണ്ട് ദ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് E3. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇക്വേഷൻ 1നെ റീറൈറ്റ് ചെയ്തിപ്പോ എങ്ങനെ എഴുതാം, ഈ ഇന്റേണൽ ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2നെ നമ്മളിപ്പം ക്യാപിറ്റൽ E ആയിട്ട് കൊടുത്തു. E4 0 ആണ്, അതുകൊണ്ട് E3 കണ്ടോ, E പ്ലസ് E3 എന്ന് എഴുതി. അപ്പൊ ഇനി ഇതിനകത്ത് ഈ നമ്മൾ കണ്ടുപിടിക്കുന്നില്ല, E3 ആണ് നമ്മൾ എന്താ ഡെറിവേഷൻ ചെയ്ത് E3യുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഈ ഇന്റേണൽ അല്ലെങ്കിൽ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡിന് ഒരു എക്സ്പ്രഷൻ നമ്മൾ കൊണ്ടുവരും. അപ്പൊ ഈ E3 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് വേണം. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു സ്പെറിക്കൽ സർഫസ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സ്പെറിക്കൽ സർഫസിനെ ഞാൻ ഇവിടെ ഒരു ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്പെറിക്കൽ സർഫസിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ, നമുക്കൊരു ഫുൾ സർഫസിന്റെ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ മൊത്തം കൂടെ കണ്ടുപിടിക്കുകയാണോ എപ്പോഴും ചെയ്യുക, നിങ്ങൾ ഫിസിക്സിലൊക്കെ നമുക്ക് ഓർമ്മയില്ലേ, നമ്മൾ ഒരു ചെറിയ സർഫസ് എടുക്കും, ആ ചെറിയ സർഫസിന്റെ കണ്ടുപിടിക്കും, എന്നിട്ട് അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെയല്ലേ നമുക്ക് ടോട്ടൽ സർഫസ് കിട്ടുക. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു എലമെന്റൽ ഏരിയ കൺസിഡർ ചെയ്യുന്നു. ആ പർട്ടിക്കുലർ എലമെന്റിന്റെ ചാർജ് എന്ന് പറയുന്നത് ഈ ഒരു ഞാനിപ്പോ ഈ കാണിക്കുന്ന ഈ ലേസർ പോയിന്റ് നിൽക്കുന്ന ഈ ഒരു പോയിന്റ് സർഫസിലെ ഒരു ചെറിയ റീജിയൻ, അവിടെയുള്ള ചാർജ് എന്ന് പറയുന്നത് ഞാൻ Q ഡാഷ് ആയിട്ട് എടുത്തു. ആ ഒരു സർഫസിന്റെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ ഏരിയ ആയതുകൊണ്ട് DA. അപ്പൊ നമുക്ക് ഈ DAനെ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, നമുക്ക് മൊത്തം സർഫസിന്റെയും കൂടെ കിട്ടും. അതാണ് നമ്മുടെ ഐഡിയ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ നമ്മളൊരു ചെറിയ സർഫസ് കണ്ടു, ആ ചെറിയ സർഫസിന്റെ ഏരിയനെ നമ്മൾ DA എന്ന് പറഞ്ഞു, അവിടെയുള്ള ചാർജിനെ നമ്മൾ Q ഡാഷ് എന്ന് പറഞ്ഞു. ഇനിയും നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് പോളറൈസേഷൻ. പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് അല്ലെ, ഇൻഡ്യൂസ്ഡ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് പോളറൈസേഷൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം, പോളറൈസേഷൻ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇവിടെ P ആണ് നമ്മുടെ പോളറൈസേഷൻ. അതെന്തുകൊണ്ടാ P പോളറൈസേഷൻ എന്ന് ഞാൻ ഈ ഒരു ഡയറക്ഷൻ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും പോളറൈസേഷൻ ഉണ്ടാകുക. എന്താണോ ഇലക്ട്രിക് ഫീൽഡ് മൂലമാണല്ലോ പോളറൈസേഷൻ ഉണ്ടാകുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡും പോളറൈസേഷനും എപ്പോഴും ഒരേ ഡയറക്ഷനിൽ ഇരിക്കും. സോ ഇതാണ് നമ്മുടെ പോളറൈസേഷന്റെ ഡയറക്ഷൻ. കണ്ടോ, P എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ ഒരു സർഫസിന്റെ പോളറൈസേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഈ എടുത്ത കുഞ്ഞൊരു സർഫസ്, അപ്പൊ നമ്മുടെ സർഫസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഇടത്തേക്ക് നമ്മുടെ പോളറൈസേഷന്റെ വെക്ടറിനെ നമ്മൾ Pn എന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, പോളറൈസേഷൻ കമ്പോണന്റ് പെർപെൻഡിക്കുലർ ടു ദ ഏരിയ, ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പോളറൈസേഷൻ വെക്ടറിനെ നമ്മൾ Pn ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, പിയും പിഎന്നും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കേ, കോസ് തീറ്റ നോക്കിയാൽ മതി. നിങ്ങൾ ഈ പിഎന്നും പിയും നോക്കുക, ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണ്. കോസ് തീറ്റ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് പിഎൻ ബൈ പി അല്ലെ, പിഎൻ ബൈ പി എന്ന് കിട്ടും. അതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം,
പി എൻ ഇസ് ഈക്വൽ ടു പി കോസ് തീറ്റ എന്ന് എഴുതാമല്ലോ, അത്രേ ഉള്ളൂ. ഇതേ അതാണ് ഞാൻ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണം കേട്ടോ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് പി എൻ ബൈ പി. പി എൻ ബൈ പിക്കകത്തുനിന്ന് നമുക്ക് പി എൻ എന്ത് കിട്ടും? പി എൻ ഇസ് ഈക്വൽ ടു പി കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ശരി. അപ്പൊ പി എൻ ഇസ് ഈക്വൽ ടു പി കോസ് തീറ്റ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു റിലേഷനും കൂടെ ഇപ്പൊ പഠിച്ചില്ലേ, പോളറൈസേഷൻ എന്ന് പറയുന്നത് എന്താ? ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഇവിടുത്തെ ചാർജിനെ നമ്മൾ ക്യൂ ഡാഷ് എന്നായിരുന്നു പറഞ്ഞത്, ഏരിയനെ നമ്മൾ ഡി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പി എൻ ഇസ് ഈക്വൽ ടു പി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, പോളറൈസേഷനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ക്യൂ ഡാഷ് ബൈ ഡി എ. കണ്ടോ, നമ്മൾ ഇക്വേഷൻ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ക്യൂ ഡാഷിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഈ പി എൻ നിങ്ങൾ അങ്ങ് വിട്ടേരാം, പി എൻ അങ്ങ് മാറി. നമ്മൾ പി എൻ ഇസ് ഈക്വൽ ടു പി കോസ് തീറ്റ, പി എൻ ഇസ് ഈക്വൽ ടു ക്യൂ ഡാഷ് ഡി എ. അപ്പൊ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് എൽ എച്ച് എസും എൽ എച്ച് എസും ആർ എച്ചും ആർ എച്ച് എസും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ ക്യൂ ഡാഷ് ബൈ ഡി എ ഇസ് ഈക്വൽ ടു പി കോസ് തീറ്റ എന്ന് കിട്ടും. ഇതിൽ നിന്ന് ക്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ക്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു പി കോസ് തീറ്റ ഡി എ മുകളിലേക്ക് പോയി. ഓക്കെ, ക്ലിയർ ആയല്ലോ? എഴുതി നോക്കുക കേട്ടോ. അപ്പൊ പോളറൈസേഷന് നമ്മൾ രണ്ട് കമ്പോണൻസ് രണ്ട് ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. പോളറൈസേഷൻ പി എൻ ഇസ് ഈക്വൽ ടു പി കോസ് തീറ്റ, അത് കോസ് തീറ്റ എന്താണെന്നോ അതിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. പിന്നെ പോളറൈസേഷൻ പി എൻ ഇസ് ഈക്വൽ ടു ക്യൂ ഡാഷ് ബൈ ഡി എ, ഈ രണ്ട് എക്സ്പ്രഷനോട് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ക്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു പി കോസ് തീറ്റ ഡി എന്ന് കിട്ടി. ഓക്കെ, ഇനിയും നമ്മൾ ഗോസസ് ലോയിൽ നിന്നും അവിടെ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? ചാർജ് ക്യൂ ഡാഷ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 1/4πε0 Q/r². ഇങ്ങനൊരു എക്സ്പ്രഷൻ അല്ലേ നമ്മൾ പഠിച്ചത്? അതെ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ ചെറിയൊരു ഏരിയയിൽ നിൽക്കുന്ന ചാർജ് ക്യൂ ഡാഷ്, ഏരിയ ഡി എ ആണ് എങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡ് DE3. അപ്പൊ E3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഒരു കുഞ്ഞ് ഏരിയ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡ് DE3. DE3ക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കൊടുക്കുക 1/4πε0 Q'/r² എന്ന് കൊടുക്കുക. ഇനി ക്യൂ ഡാഷ് നമുക്കറിയാം എന്താ? പി കോസ് തീറ്റ ഡി എ ആണെന്നറിയാം, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. DE3 is equal to ക്യൂ ഡാഷിന് പകരം പി കോസ് തീറ്റ ഡി എ. ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എളുപ്പം ഉള്ളൊരു ഡെറിവേഷൻ, ഒന്നുമില്ല കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത്. ഓക്കെ, ഇനി നോക്കിക്കോ, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാ? എന്താണോ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് അത് തന്നെയാണ് നമ്മുടെ പോളറൈസേഷൻ, അന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മുടെ പോളറൈസേഷൻ വെക്ടർ നിൽക്കുന്ന ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു, ഇതായിരുന്നു നമ്മുടെ പോളറൈസേഷൻ. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ടോപ്പിലും നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഉണ്ട്, ബോട്ടത്തിലും നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഉണ്ട്. നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്, ഒരു വെക്ടർ അല്ലെ, ചരിഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു വെക്ടർ ആണെങ്കിൽ എപ്പോഴും നമ്മൾ അതിനെ എന്ത് ചെയ്യും? കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ആക്കും. ഹൊറിസോണ്ടൽ കമ്പോണന്റ്, വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ആക്കണം. അത് നമ്മുടെ റൂൾ ആണ് അല്ലെ. അപ്പൊ ഈ വെക്ടർ ഒരു തീറ്റ ആംഗിളിൽ ഇരിക്കുന്ന ഈ വെക്ടറിനെ നമ്മൾ രണ്ട് കമ്പോണന്റ്സ് ആക്കി. അവരുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് EX, വെർട്ടിക്കൽ കമ്പോണന്റ് EY. ബോട്ടത്തിൽ ഇരിക്കുന്നവരെ അങ്ങനെ തന്നെ, വെക്ടർ ഇനെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് EX, വെർട്ടിക്കൽ കമ്പോണന്റ് EY ആയിട്ട് നമ്മൾ കമ്പോണന്റ്സ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോ കമ്പോണന്റും എഴുതാം. വെർട്ടിക്കൽ കമ്പോണന്റും ഹൊറിസോണ്ടൽ കമ്പോണന്റും നമുക്കറിയാം. ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ നമ്മൾ കോസ് തീറ്റ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക, വെർട്ടിക്കൽ കമ്പോണന്റിനെ നമ്മൾ സൈൻ തീറ്റ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഹൊറിസോണ്ടൽ കമ്പോണന്റ് EX നെ നമുക്ക് എന്തെന്ന് പറയാം? DE3യുടെ കോസ് കമ്പോണന്റ്, കോസ് തീറ്റ കമ്പോണന്റ് ആണെന്ന് പറയാം. EY നെയോ നമുക്ക് DE3യുടെ സൈൻ കമ്പോണന്റ് അല്ലേ, അതുകൊണ്ട് വെർട്ടിക്കൽ കമ്പോണന്റ് ആയതുകൊണ്ട് സൈനിൽ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി DE3യുടെ വാല്യൂ നമുക്കറിയാലോ, നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാ അല്ലെ, ഇതിന് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ ചെയ്തു, അത് അങ്ങോട്ട് എഴുതിയെടുക്കുന്നു. P ഇവിടെ ഒരു കോസ് തീറ്റ, മുന്നത്തേനകത്ത് ഒരു കോസ് തീറ്റ ഉള്ളതുകൊണ്ട് കോസ് തീറ്റയും കോസ് തീറ്റയും കോസ് സ്ക്വയർ തീറ്റയാവും. P കോസ് സ്ക്വയർ തീറ്റ DA/4πε0 r² എന്ന് കിട്ടും. EY എന്താ? പെർപെൻഡിക്കുലർ കമ്പോണന്റ് P കോസ് തീറ്റ സൈൻ തീറ്റ DA/4πε0 r². നമ്മൾ DE3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ,
നമുക്കിവിടെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ EX plus EY എന്ന് എഴുതാം. ഓക്കെ, റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു EX plus EY. പക്ഷേ നോക്കിക്കേ, ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് പ്രത്യേകത എന്താ? ഒരാൾ മുകളിലോട്ടും ഒരാൾ താഴോട്ടും ഇരിക്കുന്നുണ്ട്. വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായി പോവും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ? അതുകൊണ്ട് ഈ വൈയുടെ കമ്പോണന്റുകൾ രണ്ടും കൂടി ക്യാൻസൽ ആയി പോവും. അപ്പൊ അവിടെ അങ്ങനെ ഒരു കമ്പോണന്റ് ഇല്ല. അപ്പൊ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിനകത്ത് ആരില്ല? EY ഇല്ല. അപ്പൊ ആര് മാത്രമേ ഉള്ളൂ? EX കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പം EX കമ്പോണന്റ് രണ്ടും എന്താ? നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഇരിക്കുന്നത് കൊണ്ട് അത് ആഡപ്പ് ആവും. മറ്റവർ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവരങ്ങ് ക്യാൻസൽ ആയി പോകും. അപ്പൊ EY ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്കറിയാം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആര് കാരണമേ ഉണ്ടാവുന്നുള്ളൂ? ഈ X കമ്പോണന്റ് മാത്രം കാരണമാണ്. കാരണം എന്താ? മറ്റേത് ക്യാൻസൽ ആയി പോയി, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. therefore DE3 നെ നമുക്ക് എന്തെന്ന് വിളിക്കാം? X കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ X കമ്പോണന്റ് മാത്രം. സോ EX is equal to EX നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, P cos square theta DA by 4 pi epsilon 0 R square. ഇത്രയും കിട്ടി. ഇനി നമുക്ക് ഈ DA എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ എല്ലായിടത്തും നമ്മൾ DA 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 എന്ന് എഴുതി വെച്ചു. DA എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു സർഫസിന്റെ ഏരിയ ആണ് അല്ലെ? ഏരിയ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ E3 ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഏരിയ കമ്പോണന്റ് കണ്ടുപിടിക്കണം. അപ്പം ഏരിയയ്ക്ക് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഏരിയ എന്ന് പറഞ്ഞാല്? സർക്കംഫറൻസ് ഇൻറ്റു തിക്നെസ്. അതെ, ഈ ഫിഗർ തന്നെ വീണ്ടും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏരിയ എന്ന് പറയുന്നത്, ഈ മൊത്തം സാധനത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സർക്കംഫറൻസ് ഇൻറ്റു ഈ ഒരു സർക്കുലർ റീജിയന്റെ തിക്നെസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തിക്നെസ് എന്ന് പറയുന്നത് റേഡിയസ് R ഇൻറ്റു ഡി തീറ്റ എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ദേ നോക്കിക്കോ, തിക്നെസിന്റെ അവിടെ ഞാൻ R d തീറ്റ എന്ന് എഴുതി. ഓക്കെ, അപ്പം തിക്നെസ് ഈസ് റേഡിയസ് ഇൻറ്റു ഡി തീറ്റ, R d തീറ്റ. ഇനിയും സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ, ഈ സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ സ്ഫെറിക്കൽ സർഫസിന്റെ സർക്കംഫറൻസ് എന്ത് വരും? നമുക്കറിയാം സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2π R ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് ആരാ? ഇവിടെ y ആണ് അല്ലെ? R എന്ന് പറയുന്നത് വേറൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ y ആണ് നമ്മുടെ ഈ ഒരു സർക്കുലർ സർഫസിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പം y ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എങ്കിലേ നമുക്ക് ആ 2π ഇൻറ്റു റേഡിയസിനകത്തോട്ട്, അപ്പൊ ആ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? y ആണ്. അപ്പൊ y എന്താന്ന് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ടന്യൂസ്, y ബൈ r. അപ്പൊ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു y ബൈ r എന്ന് കിട്ടിക്കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റേഡിയസ് അല്ലേ y എന്ന് പറയുന്നത്, y ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? r സൈൻ തീറ്റ എന്ന് കിട്ടുമല്ലോ. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ, സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു 2π റേഡിയസ് ഇൻറ്റു R d തീറ്റ. R d തീറ്റ തിക്നെസ് ആണ്. റേഡിയസ്, ഈ ഒരു ഫിഗറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സൈൻ തീറ്റ വെച്ച് നമ്മൾ നോക്കുമ്പം റേഡിയസ് ഇസ് ഈക്വൽ ടു R സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടി. y ആണ് റേഡിയസ്, y നമ്മൾ കണ്ടുപിടിച്ചു ട്രയാങ്കിൾ വെച്ചിട്ട്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 2π R സൈൻ തീറ്റ ഇൻറ്റു R d തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് DA കിട്ടി. ഡിയുടെ എക്സ്പ്രഷൻ എന്താ? 2R ഉള്ളത് കൊണ്ട് 2π R സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് കിട്ടി. ഇനിയും ഈ കിട്ടിയ ഇക്വേഷനെ നമ്മുടെ കഴിഞ്ഞ സ്ലൈഡിലെ ഇക്വേഷൻ നമ്പർ 8ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. DE3 ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടും, P cos സ്ക്വയർ തീറ്റ ബൈ 4 എപ്സിലോൺ 0 R സ്ക്വയർ ഇൻറ്റു 2π R സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഇനിയും DE3 ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക്? ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, രണ്ടുകൂടെ കട്ട് ചെയ്യുക, പൈയും പൈയും കട്ട് ചെയ്യുക, R സ്ക്വയറും കട്ട് ചെയ്യുക. ഇതെല്ലാം ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് ബാക്കി എന്ത് വരും? P cos സ്ക്വയർ തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ. ഡിനോമിനേറ്ററിൽ ആരേ ഉള്ളൂ? 2ഉം 4 കൂടെ കട്ടായി കഴിഞ്ഞപ്പോൾ ഡിനോമിനേറ്ററിൽ 2ഉം എപ്സിലോൺ 0യും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയും നമ്മൾ ഈ കുഞ്ഞൊരു സർഫസിന്റെ ആണ് ഈ കണ്ടുപിടിച്ചത് അല്ലെ? നമ്മൾ ഈ ഒരു ഫിഗറിൽ തന്നെ ഈ ഒരു ചെറിയൊരു പോയിന്റ്, ഇവിടെ ഉള്ള ഒരു പോയിന്റിന്റെ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്ക് ഈ ഫുൾ സ്ഫെറിക്കൽ സർഫസിന്റെ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ്.
അപ്പൊ നമ്മൾ ആദ്യമേ ഞാൻ ഈ ലെക്ചർ തുടങ്ങിയപ്പോഴേ പറഞ്ഞു നമ്മുടെ ഐഡിയ എന്താ, ഒരു ചെറിയ സർഫസിന്റെ കണ്ടുപിടിക്കുന്നു, ഇന്റഗ്രേറ്റ് ചെയ്ത് ഹോൾ സർഫസിന്റെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ലിമിറ്റ് എന്താ, 0 തൊട്ടിട്ട് പൈ വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പം DE3നെ 0 to പൈ വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് E3 എന്താണെന്നുള്ളത് കിട്ടും. ഇന്റഗ്രൽ ഓഫ് DE3 എന്താ, E3 അല്ലേ. അപ്പൊ E3 is equal to integral 0 to പൈ DE3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോ, p cos square theta sin theta d theta by 2 epsilon naught എന്ന് കിട്ടി. ഓക്കെ, ഇനിയും ഇതിനകത്ത് പിയും 2 epsilon naughട്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പിന്നെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് ഞാൻ അങ്ങ് പുറത്തോട്ട് മാറ്റി. നമ്മൾ എന്തിനാ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്, cos square theta sin theta d theta നെ മാത്രമാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ പിയും p/2 epsilon naught എഴുതാത്തത്. അത് എവിടെ പോയി എന്നുള്ളത് കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ 0 to പൈ cos square theta sin theta d theta ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2/3 ആണ്. നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ സ്റ്റെപ്പുകൾ പഠിക്കണ്ട. ഫിസിക്സിൽ സാധാരണ നിങ്ങൾക്ക് ഫിസിക്സിനകത്തുള്ള ഡെറിവേഷൻസിലൊന്നും മാക്സിമം നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ സ്റ്റെപ്പുകൾ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിനു മുമ്പ് ഏതോ ഒരു മൊഡ്യൂളിന്റെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇതേപോലെ ഒരു ഇന്റഗ്രേഷൻ വരുന്നുണ്ട്. കാരണം ഇനി ഇതിനകത്ത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. നമ്മുടെ മാത്സ് എക്സാം അല്ലല്ലോ, ഫിസിക്സ് എക്സാം അല്ലേ. അപ്പൊ ഇതിന്റെ ആവശ്യമില്ല. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. അതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് ആൻസർ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ 0 to പൈ cos square theta sin theta d theta നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ലിമിറ്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, 2/3 ആണ്. ഇനി മിച്ചം എന്തോ ഉണ്ടായിരുന്നു, E3 is equal to p/2 epsilon naughട്ടും കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ അപ്പം നമ്മൾ എന്താ ചെയ്തത്, E3 is equal to 2/3 p/2 epsilon naught നമ്മൾ ആ എല്ലാം കൊടുത്തു. നമുക്ക് കിട്ടിയത് 2/3 ആണ്. പിന്നെ ഓൾറെഡി അവിടെ p/2 epsilon naught കോമൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാലോ. 2ഉം 2ഉം പോയി കഴിഞ്ഞാൽ പിന്നെ E3 is equal to എന്ത് കിട്ടും, p/3 epsilon naught. അപ്പം നമ്മുടെ എക്സ്പ്രഷൻ ആയി. അപ്പൊ ഈ ഇന്റേണൽ is equal to E plus E3 എന്നായിരുന്നു നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എഴുതിയത് അല്ലെ. ഇതിനകത്തുനിന്ന് E3 നമ്മൾ കണ്ടുപിടിച്ചു. E3 എന്താ, p/3 epsilon naught. അപ്പൊ ലോക്കൽ ഫീൽഡ് നമ്മളൊരു ഡയലക്ട്രിക് മീഡിയം കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്തൊരു പോയിന്റിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിനകത്തുണ്ടാവുന്ന ഫീൽഡ്, എല്ലാ ഇലക്ട്രിക് ഫീൽഡ് കാരണം ആ ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ലോക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഇന്റേണൽ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇന്റേണൽ ഫീൽഡിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് E plus p/3 epsilon naught ആണ്. വേർ p എന്ന് പറയുന്നത് പോളറൈസേഷൻ വെക്ടർ ആണ്. ഓക്കെ, അപ്പം ലോക്കൽ ഫീൽഡ്, ലോറൻസ് ഫീൽഡ്, ഇന്റേണൽ ഫീൽഡ്, അങ്ങനെ നമുക്ക് പല ഇതിനെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവത്തില്ല. നിങ്ങൾക്ക് യൂഷ്വലി എക്സാമിന് ഡെറിവേഷൻ ചോദിക്കുമ്പം ഈ ഇന്റേണൽ ഫീൽഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെറിവേഷൻ, നമ്മുടെ ക്ലോസിയസ്-മൊസോർട്ടി ഇക്വേഷനും കൂടിയിട്ട് ചെയ്യാനായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്ലോസിയസ്-മൊസോർട്ടി ഇക്വേഷൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ, പോളറൈസേഷൻ. ഈ ഇക്വേഷൻ എവിടുന്ന് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾ എന്താ പറഞ്ഞത്, പോളറൈസേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് മൂലമാണ് നമുക്ക് പോളറൈസേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ, ഈ ഇന്റേണലിന് നമുക്ക് എഴുതാം. പിന്നെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ ഇവിടെ ഇടുന്ന കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഇത് ഈ ആൽഫ എന്ന് വിളിക്കുന്നത്. ആൽഫ എന്ന് പറയുന്നത് പോളറൈസബിലിറ്റി കോൺസ്റ്റന്റ് ആണ്. പിന്നെ n എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ്. എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസിന് പോളറൈസേഷൻ സംഭവിക്കുന്നു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ. അതാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പോളറൈസേഷൻ is equal to n alpha E internal, where n is the number of atom അല്ലെങ്കിൽ molecule, alpha is the atomic polarizability constant ആണ്, polarizability constant ആണ്. ഈ internal എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, ഇനിയും നമ്മൾ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ഒരു ലെക്ചറിനകത്ത്. നമ്മൾ പറഞ്ഞു വി നോ ദാറ്റ് എന്താ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ D എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് T പ്ലസ് P ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, D is equal to എപ്സിലോൺ നോട്ട് T പ്ലസ് P. നമ്മൾ
3 വെക്റ്റർ റിലേഷൻഷിപ്പ് പഠിച്ചില്ലേ? ഡിസ്പ്ലേസ്മെന്റ് വെക്റ്ററും ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററും പോളറൈസേഷൻ വെക്റ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചപ്പോൾ നമുക്ക് D ∑ T + P എന്ന് കിട്ടി. ഇനിയും ഈ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ഡിക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. D ∑ E എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനും ഉണ്ട്. അപ്പൊ ഡിക്ക് നമുക്ക് രണ്ട് ഇക്വേഷൻസ് അറിയാം. D ∑ E + P എന്നൊരു ഇക്വേഷനും ഉണ്ട്. D ∑ E. എപ്സിലോൺ എന്ന് പറയുന്നത് എന്താ? പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ആണ് കേട്ടോ. ഓക്കെ, എപ്സിലോൺ E ആണെന്ന് കിട്ടി. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തു. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ E ∑ E + P എന്ന് എഴുതുക. റീഅറേഞ്ച് ചെയ്യുക. എപ്സിലോൺ നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് രണ്ടിടത്തും E ഉണ്ട്, കോമൺ എടുത്തു. അപ്പൊ ദ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ കിട്ടും. എപ്സിലോൺ - എപ്സിലോൺ നോട്ട് E = P കിട്ടും. E കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ താഴേക്ക് കൊണ്ടുവന്നു. E = P/ε - എന്ന് നമുക്ക് കിട്ടി. സോ ഇന്റേണൽ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമുക്ക് കഴിഞ്ഞ ഇക്വേഷനിൽ നിന്ന് ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമ്മൾ എന്താ പഠിച്ചത്? E + P/3ε0. ഓക്കെ, അപ്പം ഈ ഇന്റേണൽ E + P/3ε0. അപ്പൊ ഈ ഇന്റേണലിനകത്തോട്ട് ഇയുടെ വാല്യൂ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു. P/ε - അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഈ ഇന്റേണൽ = P/ε - + P/3ε0. ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 3ε0 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ സെയിം ആക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. ഇതൊക്കെ നിങ്ങളുടെ ജോലി കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു 3ε0 ഉണ്ട്, -ε0 ഉണ്ട്, 2ε0 ആവും. അപ്പം പിന്നെ എപ്സിലോണും. അപ്പം ഈ ഇന്റേണൽ = P × 2ε0 + ε/3ε0 × ε എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഈ ഇന്റേണൽ കണ്ടുപിടിച്ചത് E + P/3ε0 വേണമെങ്കിൽ ഇയുടെ വാല്യൂ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു റിലേഷൻ, ഈ രണ്ട് സ്റ്റെപ്പും കൂടെ എഴുതിയിട്ട് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് P/ε - ആണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ വേണമെങ്കിലും എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അവിടെ അങ്ങനെ നിർത്തിയിട്ട് ക്ലാസിയസ് മസോട്ടി ഇക്വേഷനകത്ത് ഇതിനെ ഒന്നുകൂടി ഇങ്ങനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല. ചില ടെക്സ്റ്റിൽ അവിടെ തന്നെ എന്താ ഇയുടെ വാല്യൂവും കണ്ടുപിടിച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇന്റേണലിന് ഒരു പ്രോപ്പർ വാല്യൂ കിട്ടി. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടി എന്താ വാല്യൂസ് നമുക്ക് ഇയുടെ വാല്യൂവും കിട്ടി, E3യുടെ വാല്യൂവും കിട്ടി. ഓക്കെ, ഇനിയും നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യുന്നു. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ പോളറൈസബിലിറ്റി P = N∝E പഠിച്ചില്ലേ? അതിനകത്തുനിന്ന് E എടുക്കുന്നു. ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ഇന്റേണലും രണ്ടും കൂടി എടുക്കുന്നു. അപ്പൊ അതിനകത്ത് ഈ ഇന്റേണൽ = P/N∝ എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ഇന്റേണലും രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ പിയും കട്ടാവും, മേളത്തെ പിയും കട്ടാവും. N∝ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 3 താഴെ തന്നെ കിടക്കും. ഇതിനെ അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുമ്പം N∝/3ε0 = ε-ε0/2ε+ε. ഇങ്ങനെ കിട്ടി. ഇനി എന്തോ ചെയ്യണം? കോമൺ എടുക്കണം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. N∝/3ε0 അങ്ങനെ തന്നെ കിടക്കട്ടെ. ന്യൂമറേറ്ററിൽ നിന്ന് ഇവിടെ ε- ഇവിടെ നിന്ന് നമ്മൾ രണ്ടിടത്തുനിന്നും ε0നെ കോമൺ എടുക്കും. ഓക്കെ, കോമൺ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? രണ്ടിടത്തുനിന്നും ε0നെ കോമൺ എടുത്തു. ഈ എപ്സിലോണിന്റെ കൂടെ ε0 ഇല്ല. അപ്പൊ കോമൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ ഒരു ε0 എഴുതി കൊടുക്കുക. കണ്ടോ? അപ്പൊ കോമൺ എടുക്കാൻ ഇല്ലാത്തടത്ത് കോമൺ എടുക്കുമ്പം നമ്മൾ ഡിനോമിനേറ്ററിൽ ആ ടേമിനെയും കൂടെ കൊടുക്കാം. മാത്സിലൊക്കെ ചെയ്തിട്ടില്ലേ? ε/ε0 മൈനസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് 1 ആയി കോമൺ എടുത്തപ്പം. ഇവിടുന്നും ε0നെ പുറത്തെടുക്കുന്നു. അപ്പം 2ന്റെ അവിടെ ε0 ഉണ്ട്, അതുകൊണ്ട് പുറത്തെടുത്തപ്പം 2 ആയിട്ട് തന്നെ നിൽക്കുന്നു. എപ്സിലോൺ എന്തായിട്ട് മാറും? അവിടെയും ഇല്ലാത്തത് കൊണ്ട് ε/ε0 ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു.
അപ്പൊ n alpha by 3 epsilon naught is equal to എപ്സിലോൺ നോട്ടും കട്ടായി മേളിലും താഴെയും കിടക്കുന്നത്. ഇനി എപ്സിലോൺ ബൈ എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലേ? നമ്മൾ പറഞ്ഞു റിലേറ്റീവ് പെർമിറ്റിവ്. എന്ത് സംഭവം റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പാരിസൺ ആ പറയുന്നത് അല്ലെ? അപ്പൊ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയത്തിനെയാണ് നമ്മൾ എപ്സിലോൺ എന്നും പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിനെയാണ് നമ്മൾ എപ്സിലോൺ നോട്ട് എന്നും പറയുന്നത്. അപ്പൊ ഈ എപ്സിലോൺ ബൈ എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് എന്താ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലേ? എപ്സിലോൺ ആർ അല്ലേ? അപ്പൊ നമ്മൾ എപ്സിലോൺ ആർ കൊടുത്തു, -1 ഇവിടെയും എപ്സിലോൺ ആർ +2 റിലേറ്റീവ് പെർമിറ്റിവിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുത്തു. ഓക്കെ, ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. നിങ്ങൾ ആ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് പഠിച്ച ലെക്ചറിൽ ഞാൻ പറഞ്ഞു, എപ്സിലോൺ ബൈ എപ്സിലോൺ നോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. അതിനെ തന്നെയാണ് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നും വിളിക്കുക. കണ്ടോ? അപ്പൊ എപ്സിലോൺ ആർ ഈസ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. എപ്സിലോൺ ആറിന് പകരം കെ വെച്ചിട്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനെയാണ് നമ്മൾ ക്ലാസിയസ്-മൊസോട്ടി ഇക്വേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ക്ലാസിയസ്-മൊസോട്ടി ഇക്വേഷൻ നമുക്ക് എന്താ തരുന്നത്? പോളറൈസബിലിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആൽഫയും അതുപോലെ തന്നെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത് ഒരിക്കലും സ്കിപ്പ് ആക്കരുത്. നിങ്ങൾ ഈ മൊഡ്യൂളിന്റെ ബാക്കി എന്ത് ഭാഗം പഠിക്കാൻ മറന്നു പോയാലും ഈ ഒരു പോർഷൻ പഠിക്കാൻ വിട്ടു പോവുകയേ ചെയ്യരുത്. ഇന്റേണൽ ഫീൽഡും ക്ലാസിയസ്-മൊസോട്ടി ഇക്വേഷനും ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡെറിവേഷൻ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എഴുതി പഠിക്കുക. ഇതിനകത്ത് മനസ്സിലാവാത്തതായിട്ട് ഒന്നുമില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. ഇന്റഗ്രേഷൻ പോലും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് കേട്ടോ. അപ്പം നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം മറ്റ് മൊഡ്യൂൾസിനെയൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഇതിനകത്ത് സൂപ്പർ കണ്ടക്ടിവിറ്റിക്കകത്തുനിന്ന് നമുക്ക് മറ്റേ ടൈപ്പ് 1 ടൈപ്പ് 2 അല്ലെങ്കിൽ എന്താ മീസ്നർ എഫക്റ്റ്, പിന്നെ ലെസ് ഇമ്പോർട്ടൻ്റ് എന്നല്ല, ക്രിട്ടിക്കൽ ഫീൽഡ്, അതൊക്കെ നമുക്ക് ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഡൈലക്ട്രിക് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡൈലക്ട്രിക്സിനകത്ത് ഉറപ്പായിട്ടും നമ്മളിപ്പോൾ ഈ ലാസ്റ്റിൽ ചെയ്ത 2 ഡെറിവേഷൻസ് അത് നോക്കുക. അതൊരു മിക്കവാറും നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളത് അതാണ് ഇതിനകത്തുള്ളത്. പിന്നെ പോളറൈസേഷൻ, റിലേഷൻഷിപ്പ്, ഇത്രയും കാര്യങ്ങളൊക്കെ